2010 ഓഗസ്റ്റ് മാസത്തിൽ പുറത്തിറക്കിയ എൻ്റെ ടാബ്ലോ എന്ന കവിത സമാഹാരത്തിലുള്ള ഒരു കവിതയാണ് പറയുന്നത്. ഈ കവിതയുടെ പേര് ആദിയിൽ ദൈവം പറഞ്ഞത് എന്നാണ്. അപ്പോൾ ഈ കവിത വന്ന വഴി പറയാൻ പ്രയാസപ്പെടും. അതുകൊണ്ട് കവിത വന്ന വഴി പറയുന്നില്ല. എന്നാൽ കവിതകൾ വരുന്ന വഴിയെക്കുറിച്ച് ഒരു 2 വാക്ക് പറയാം. കവിത എന്ന് പറയുന്നത് അനന്തമായ ചിന്തയിലൂടെ, അതോടൊപ്പം തന്നെ അതിൻ്റെ അന്വേഷണത്തിലൂടെയും നാം കണ്ടെത്തി കിട്ടുന്ന ഒന്നാണ് കവിത. അപ്പോൾ അത് നന്മയുടെ ഭാഗമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ കവിതാ സമാഹാരത്തിന് അവതാരിക എഴുതിയിട്ടുള്ളത്, മുൻനുര എഴുതിയിട്ടുള്ളത് ആറ്റൂർ മാഷാണ്. ആ സന്തോഷവും പറഞ്ഞുകൊണ്ട് ഞാൻ കവിതയിലേക്ക് വരാം. കവിത ആദിയിൽ ദൈവം പറഞ്ഞത്. നിഴൽ പിറവിയെടുക്കും മുമ്പ് അനന്തത പരബ്രഹ്മമായിരുന്നു. നിരാകാര ശൂന്യതയിൽ ഗുപ്തമായി ഇങ്ങനെ ഈ ഓജസ് എത്ര കഴിച്ചുകൂട്ടിയെന്ന് കണക്കിനും കാലത്തിനും ഓർമ്മയില്ല. ഒരിക്കൽ ഒരു ചൈതന്യ നിദ്രയുടെ ഉണർവിൽ വെയിലും ദൈവത്തിൻ്റെ നിഴലും മാത്രം വീണ് കിടന്നു. സമസ്യകൾക്കിടയിൽ ഒരിടവേളയിൽ ദൈവം പറഞ്ഞു, ഓ മാനവക്കൂട്ടമേ, മാംസങ്ങളിൽ ചക്രം വരച്ചും എൻ്റെ ഭാഷ നിറച്ചും നക്ഷത്രങ്ങൾക്ക് നാം നിങ്ങളെ പരിചയപ്പെടുത്തുന്നു. നിങ്ങൾ ചലിച്ചു തുടങ്ങിയാലും തമോ ഗർത്തങ്ങളെ തഴുകി ആകാശപഥങ്ങളിൽ തട്ടി ഗുരുത്വ വലയങ്ങളും ഭേദിച്ച് കുഴഞ്ഞെത്തിയ ഒരരുൾ വിളി കേട്ട ബോധനത്തിൽ ഏതോ ജീവകണികകളിൽ എവിടെയൊക്കെയോ ഇരുന്ന് ദൈവഭാഷയിൽ ഞാനും ചലിച്ചു തുടങ്ങി. ഒടുവിലെപ്പോഴോ അനന്തത നിഴൽ വിരിച്ച വഴികളിൽ മനസ്സുകൾ മുള്ളുകോർത്തൊഴുകുന്നത് ദൈവം കൈക്കുമ്പിളിലെടുത്ത് വായിച്ചുകൊണ്ടിരുന്നു. വെളിച്ചത്തിൻ്റെ കാഴ്ചയിലും നിഴൽ വീഴ്ത്താത്ത വായനയുടെ മറ്റൊരനന്തത.